ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ അപ്പു ആനയുടേതാണ്. ഒരു കാട്ടിൽ ഒരു അപ്പു ആന ഉണ്ടായിരുന്നു. ഇവൻ ഭയങ്കര ശക്തിമാനായിരുന്നു. എല്ലാ മൃഗങ്ങൾക്കും ഇവനെ പേടിയായിരുന്നു. എല്ലാവരോടും ഇവൻ ഇങ്ങനെ പറഞ്ഞു നടക്കും. എൻ്റെ കൊമ്പ് കണ്ടോ? എൻ്റെ മുന്നിൽ വരുന്നവനെ ഒറ്റ കുത്തിന് ഞാൻ കൊല്ലും. എൻ്റെ ശരീരം കണ്ടോ? എത്ര വലുതാണ്! എല്ലാവരെയും ഞാൻ ചവിട്ടി അരയ്ക്കും. എൻ്റെ കണ്ണുകൾ കണ്ടോ? ചെറുതാണെങ്കിലും നല്ല കൂർത്തതാണ്. ഞാൻ നോക്കി നിങ്ങളെ ദഹിപ്പിക്കും. എൻ്റെ ചെവിയുടെ ആട്ടലിൽ, ആ കാറ്റിൽ നിങ്ങളൊക്കെ പറന്നു പോകും. ഇങ്ങനെ വീമ്പളക്കി അപ്പു ആന കാട്ടിക്കൂടെ ഇങ്ങനെ നടന്നു. എല്ലാവർക്കും സത്യം പറഞ്ഞാൽ പേടിയായിട്ടോ. കാരണം എന്താ? ആനയല്ലേ, വലിയൊരു ജീവിയല്ലേ. ഇവൻ്റെ അഹങ്കാരമൊന്ന് തീർക്കണമല്ലോ. നമ്മുടെ ചിണ്ടൻ കട്ടുറുമ്പ് ഇങ്ങനെ ചിന്തിച്ചു. അതിനിപ്പോൾ ഒരു സൂത്രം വേണമല്ലോ. അതിനൊരു വഴിയുണ്ട്. ഒരു ദിവസം നമ്മുടെ അപ്പു ആന ഇങ്ങനെ നിന്നുറങ്ങുമായിരുന്നു പുളിമരച്ചോട്ടിൽ. ചിണ്ടൻ കട്ടുറുമ്പ് പതുക്കെ ചെന്ന് ആനയുടെ തുമ്പി കയ്യിൽ ഒരു കടി കൊടുത്തു. ഈ അപ്പു ആനയ്ക്ക് ഭയങ്കര വേദനയായി. കട്ടുറുമ്പ് കടിച്ചാൽ അറിയാമല്ലോ വേദന. അപ്പു ആനയ്ക്ക് നല്ലോണം വേദനിച്ചു. ദേഷ്യം വന്നു. ആരടാ എൻ്റെ തുമ്പിക്കൈയിൽ കയറി കടിച്ചത്? എന്നെ പേടിയില്ലാത്തൊരു ജീവിയോ ഈ കാട്ടില്? ആരടാ നീ? അപ്പു ആന ചോദിച്ചു. ഉറുമ്പ് മെല്ലെ താഴെ ചാടി, എന്നിട്ട് കാലിക്കൂടെ കയറി. ആന ഇങ്ങനെ വീശി ചെവിയാട്ടി. ഉറുമ്പുണ്ടോ പോണു? ഉറുമ്പ് കടിച്ചു തൂങ്ങി നിന്നു കഴുത്തിൽ പോയിട്ട്. അയ്യോ! ആന ഞെരിവിരി കൊണ്ടു. തുമ്പിക്കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആട്ടി നോക്കി. ഉറുമ്പുണ്ടോ പോണു? ഉറുമ്പ് കടിച്ചു തന്നെ നിന്നു. മൃഗങ്ങളെല്ലാം അപ്പു ആനയുടെ ചിഹ്നം വിളി കേട്ട് ഓടി വന്നു. എല്ലാവരും ദൂരെ മാറി നിന്ന് നോക്കുകയാണ്. എന്താ ഈ കാണുന്നത്? ഇത്ര വലിയ അപ്പു ആന കേവലം ഒരു കുഞ്ഞനുറുമ്പിൻ്റെ മുന്നിൽ തോറ്റിരിക്കുന്നു. എല്ലാ മൃഗങ്ങളും ആർത്ത് വിളിച്ചു, അപ്പു ആന തോറ്റേ, അപ്പു ആന തോറ്റേ എന്നും പറഞ്ഞിട്ട്. അപ്പു ആന നാണം കെട്ടു. അപ്പു ആന മെല്ലെ ചിണ്ടനോട് പറഞ്ഞു, ചിണ്ടാ ചിണ്ട, ഒന്നിറങ്ങടാ, എനിക്ക് വേദനിച്ചിട്ട് വയ്യടാ. അങ്ങനെ വഴിക്ക് വാ. എന്താ നിന്റെ വിചാരം? എല്ലാവരെയും ഇങ്ങനെ പേടിപ്പിച്ച് നിർത്താമെന്നോ? മണ്ടനാനേ, നിനക്ക് വലിയ ശരീരമൊക്കെ ഉണ്ട്. പക്ഷേ നിന്നെ തോൽപ്പിക്കാൻ ഇത്തിരി പോന്ന എനിക്ക് പറ്റുമെന്ന് നീ മനസ്സിലാക്കിക്കോ. നിന്റെ അഹങ്കാരമൊക്കെ നീ ഇനി നിന്റെ മനസ്സിൽ വെച്ചോ. ഞങ്ങളോട് വേണ്ട. ഈ കാട് എല്ലാവരുടെയുമാണ്. ഇവിടെ എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. നിനക്ക് മാത്രമല്ല ഇവിടെ ശക്തി. എല്ലാവർക്കും അവരുടേതായ ശക്തിയുണ്ട്. അപ്പു ആനയ്ക്ക് തൻ്റെ തെറ്റു മനസ്സിലായി. അവൻ്റെ ബുദ്ധിശക്തി അപാരം തന്നെ. എന്തായാലും ചിണ്ടനെ നമ്മുടെ അപ്പു ആന അഭിനന്ദിച്ചു. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടമായോ? ഇതിൽ നിന്നും എന്താണ് നമ്മൾക്ക് പഠിക്കാനുള്ള പാഠം? നമുക്ക് എപ്പോഴും അഹങ്കാരം നന്നല്ല. നമ്മളുടെ കഴിവുകളിൽ പ്രത്യേകിച്ച് എല്ലാ ജീവികൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. അംഗീകരിച്ചില്ലെങ്കിലും നമ്മൾ വീമ്പളക്കി നടക്കരുത്. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.